നമസ്കാരം. കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പത്തനാപുരത്തേക്ക് അനുവദിച്ച സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വലി, പഞ്ചായത്ത് അംഗങ്ങളായ എബി അൻസാർ, സുനറ്റ്, സലൂജ ഷാജഹാൻ, മറ്റു ഡിപ്പോയിലെ ജീവനക്കാർ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ, നാട്ടുകാരും തുടങ്ങിയ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ എസ് തുളസി അവരെ ക്ഷണിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏറ്റവും പുതിയ 4 സ്വിഫ്റ്റ് ബസ് നമുക്ക് വീണ്ടും നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അനുവദിച്ചിരിക്കുന്നു. അത് ഈ പുതിയ 4 സർവീസിന്റെ KSRTC പത്തനാപുരം ഡിപ്പോയ്ക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിച്ചു വന്ന 4 ബസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ഗണേഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസമേ ഉണ്ടായിരുന്നു. പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതാണ്. ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്ക് അറിയാം. നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒത്തിരി എടുക്കുന്നില്ല, അത്യാവശ്യം എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായി ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാമ്പാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി കഴിഞ്ഞാൽ ആരുമില്ല. നമ്മൾ തലശ്ശേരി വെച്ചൊക്കെ നിർത്തും. പത്തനാപുരം തലശ്ശേരി വരെ ഒരു വണ്ടി ഫുള്ളായിട്ട് പോയതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബഹുമാനായ സ്പീക്കർ നാട്ടിലേക്ക് ഇവിടുന്നൊരു വണ്ടി വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി, ഒരു ആഡംബരത്തിന് വേണ്ടി KSRTC ബസ്സുകൾ ഇനി എവിടെയും ഓടുകയില്ല. ഞാൻ KSRTC ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും. നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായിരിക്കും കത്തിലുള്ളത്. എല്ലാ ജീവനക്കാര സംഘടനകളുമായും ഞാൻ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് കേൾക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയ നിർദ്ദേശം, എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്ത് 2 തവണയായി കൊടുത്താൽ മതിയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ ഈ കാര്യം നടപ്പിലാക്കാൻ കഴിയും. അദ്ദേഹം വളരെ ആത്മാർത്ഥയോടെ ശ്രമിക്കണം. നമുക്കത് തൊഴിലാളികളുടെ കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ്. നേരറിവിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി കലഞ്ഞൂർ ലൈവ് ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്.